ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എപ്പിഫെനീസ് എന്നുള്ള ആർട്ട് ആൻഡ് ലിറ്ററി ഈസ്തെറ്റിക്സ് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ മീനിങ് ഓഫ് ആർട്ട് ബൈ ഹെർബർട്ട് റീഡാണ് നോക്കുന്നത്. ഹെർബർട്ട് റീഡ് എന്ന് പറഞ്ഞൊരു പോയറ്റാണ്, ലിറ്ററി ക്രിട്ടീക്കാണ്, ആർട്ട് ക്രിട്ടീക്കാണ്. അദ്ദേഹം ഒരുപാട് മ്യൂസിയത്തിലൊക്കെ ക്യൂറേറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹം ഒരു റൈറ്ററും കൂടിയാണ് കേട്ടോ, പോയിറ്റും കൂടിയാണ്. സോ അദ്ദേഹം ന്യൂ അപ്പോക്കാലിപ്സ് എന്നുള്ള പോയറ്റിക് ഗ്രൂപ്പ് ഉണ്ടല്ലോ 1940s, ആ ഒരു ഗ്രൂപ്പിനകത്ത് പെടുന്ന ഒരു റൈറ്ററാണ്. സോ അദ്ദേഹം പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഈ സെറിബ്രൽ, അതായത് ഇന്റലക്ച്വൽ പോയട്രിക്കെതിരെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പോയട്രിക്കെതിരെയൊക്കെ എഴുതിയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷ്വൽ ആർട്സിലായിരുന്നു കൂടുതൽ താല്പര്യം. ആൻഡ് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ വേൾഡ് വാർ 1. സോ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കിയെടുക്കാം, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആർട്ടാണ് ഈ ഒരു വർക്കിനകത്ത് ഇദ്ദേഹം പറയുന്നത്. ഒരു പെയിൻറ്റിങ്ങിനെ അല്ലെങ്കിൽ ഒരു സ്കൾപ്ചറിനെ അല്ലെങ്കിൽ ഒരു ആർട്ട് ഒബ്ജക്റ്റിനെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അതിൻ്റെ എലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്യുവാണ്. അതായത് എന്തൊക്കെയാണ് ഒരു പെയിൻറ്റിങ്ങിനെ പെയിൻറ്റിംഗ് ആക്കി മാറ്റുന്നത്, ഹൗ ടു അപ്രീഷിയേറ്റ് ദാറ്റ് പെയിൻറ്റിങ് ആൻഡ് വാട്ട് ആർ ദി എലിമെൻറ്റ്സ് ദാറ്റ് വെൻറ്റ് ഇൻ ടു ദെയർ മേക്കിംഗ് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു റൈറ്റർ നമ്മളെ എക്സാമിൻ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ആൻഡ് നമുക്ക് എസ്സേയിലോട്ട് കിടക്കാം. എസ്സേ കുറേ സെക്ഷൻസ് ആയിട്ടാണുള്ളത്, അങ്ങനെ വെച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു നമ്മുടെ റൈറ്റർ, ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് പ്ലാസ്റ്റിക്. അതായത് എപ്പോഴും ആർട്ട് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സ്കൾപ്ചർ അല്ലെങ്കിൽ ഈ ഓരോ ക്ലേ ഒബ്ജക്ട്സ് വെച്ച് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ആർട്ട് അല്ലെങ്കിൽ വിഷ്വൽ ആർട്ട് എന്നാണ് പറയുന്നത്. ആർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് മാത്രമല്ല, ലിറ്ററേച്ചറും മ്യൂസിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആർട്ട് എന്ന് പറയുന്നത്. ബിക്കോസ് ആർട്ട് എപ്പോഴും പറയുമ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിനെയോ അല്ലെങ്കിൽ ഈ സ്കൾപ്ചർ മേക്കിംഗ് അല്ലെങ്കിൽ ഈ ഓരോ കാര്യങ്ങൾ ക്ലേ വെച്ച് ഉണ്ടാക്കുക, അതിനെയൊക്കെയാണ് പ്ലാസ്റ്റിക് ആർട്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഫിസിക്കലി നമുക്ക് തൊടാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് പ്ലാസ്റ്റിക് ആർട്ട് എന്ന് പറയുന്നത്. വിഷ്വൽ ആർട്ടും പ്ലാസ്റ്റിക് ആർട്ടും വിഷ്വൽ ആർട്ടും മാത്രമല്ല ആർട്ട് എന്ന് പറയുന്നത്, ലിറ്ററേച്ചർ മ്യൂസിക് അതിനകത്ത് കൂടി ഇൻക്ലൂഡഡ് ആവും. ആൻഡ് ആർട്ടിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് പ്ലീസ് ദി ഓഡിയൻസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഷോപ്പൻഹോർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ഫിലോസഫർ ഉണ്ടായിരുന്നു. ആ ഷോപ്പൻഹോർ പോലെ ബിലീവ് ചെയ്തിരുന്നത് എല്ലാ ആർട്സ് എന്ന് പറയുന്നതും മ്യൂസിക് പോലെ നമ്മളെ ആസ്പയർ ചെയ്യുന്നതായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ആർട്ടിനും മ്യൂസിക്കിനും ഒരു കോമണാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് മ്യൂസിക്കിനെ പോലെ ആകണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം മ്യൂസിക്കിൽ എന്ന് പറയുമ്പം ഒരു ആർട്ടിസ്റ്റിന് ഓഡിയൻസിനെ ഡയറക്റ്റ് ആയിട്ട് അപ്പീൽ ചെയ്യാൻ സാധിക്കും. അതായത് വേറെ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനും ഇല്ല, മ്യൂസിക് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം ഇദ്ദേഹം ഒരു ആർക്കിടെക്റ്റിൻ്റെയും പോയറ്റിൻ്റെയും പെയിൻറ്ററിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ആർക്കിടെക്റ്റിന് അദ്ദേഹത്തിൻ്റെ ആർട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ സഹായം വേണം അല്ലേ, പോയറ്റിനാണെന്നുണ്ടെങ്കിൽ വേർഡ്സിൻ്റെ സഹായം വേണം, പെയിൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു വിസിബിൾ വേൾഡ് വേണം, അയാളുടെ മുന്നിൽ ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു ഇമേജ് ഉണ്ടായിരിക്കണം, അത് നോക്കിയായിരിക്കും ഇയാൾ വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ബാക്കി എല്ലാവർക്കും എന്താണ്, ഇതുപോലെ ഓരോ കാര്യങ്ങളിലൂടെ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ, ഓരോ മീഡിയത്തിലൂടെ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. മ്യൂസിക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മ്യൂസിക്കിലൂടെ മാത്രമേ അയാളുടെ ഇൻറ്റ്യൂഷൻസ് വർക്കൗട്ട് ആക്കാൻ പറ്റുകയുള്ളൂ, വേറെ ഒരു മീഡിയത്തിൻ്റെയും ഹെൽപ്പ് വേണ്ടി വരത്തില്ല. സോ മ്യൂസിക് കമ്പോസർ മാത്രമാണ് ഫ്രീ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു വർക്ക് ഓഫ് ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മ്യൂസിക് കമ്പോസർ എവിടെ നിന്നാണ് അതിൻ്റെ ഒരു റോ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുന്നത്, അവരുടെ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് ഈ റോ മെറ്റീരിയൽസ് എല്ലാം എടുക്കുന്നത്. അത് പ്ലീസ് ചെയ്യുക, ഓഡിയൻസിനെ പ്ലീസ് ചെയ്യുക എന്നൊരു മാത്രമുള്ളൊരു ഉദ്ദേശം മാത്രമേ ഈ ഒരു മ്യൂസിക് കമ്പോസറിന് ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെൻസറി പെർസെപ്ഷൻ ഓഫ് ബ്യൂട്ടിയാണ്. അതായത് ബ്യൂട്ടി എങ്ങനെ നമ്മുടെ സെൻസസിനെ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ അപ്പീൽ ചെയ്യുന്നു, നമുക്ക് എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു വിത്ത് ദി ഹെൽപ്പ് ഓഫ് അവർ സെൻസസ്. അപ്പോൾ നോക്കിക്കോ, ആർട്ടിലാണെങ്കിൽ ചില അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും, കുറച്ച് പാറ്റേൺസ് ഒക്കെ വേണ്ടി വരും. എന്നാൽ മാത്രമേ ആ പാറ്റേൺസും ആ പ്രപ്പോർഷനും എല്ലാം കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഒരു പ്ലീസിങ് ആയിട്ടുള്ളൊരു സെൻസേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ഇപ്പോൾ ഒരു കലമാണെന്ന് വിചാരിച്ചു, ഒരു കലം എന്നുള്ളൊരു കലം അതിനൊരു കറക്റ്റ് ഷേപ്പ് ഉണ്ട്, നമ്മുടെ മൈൻഡിൽ ഇംപ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ഷേപ്പും ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ രീതിയിലൊക്കെ കുറച്ച് പോയിന്റഡ് ആക്കിയോ അല്ലെങ്കിൽ വേറെ രീതിയിലൊരു വിയേർഡായിട്ടുള്ള രീതിയിലൊക്കെ കലം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം കലം എന്ന് പറയുമ്പോൾ അടിഭാഗം ഫ്ലാറ്റ് ആയിരിക്കണം, അത് ഇതുപോലെ അതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് കേർവി ആയിരിക്കണം, അതിൻ്റെ കഴുത്ത് വരുന്ന ഭാഗം, അതായത് വെള്ളം കുടിക്കുന്ന നമ്മുടെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്
ലെങ്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പാണ് നമ്മുടെ മൈൻഡിൽ. അപ്പോൾ അതിനൊരു പ്രപ്പോഷൻ ഉണ്ട്, അതിനൊരു പാറ്റേൺ ഉണ്ട്. ഈ ഒരു പ്രപ്പോഷൻ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ വിട്ടിട്ട് വേറെ രീതിയിലൊക്കെ കല ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മിക്കവാറും ഉള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോഷൻ അല്ലെങ്കിൽ പാറ്റേൺ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്നത്. അപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നതിന് എല്ലാത്തിനും ഒരു പ്രപ്പോഷനും പാറ്റേണും ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് അതിന് ബ്യൂട്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻസ് ഓഫ് ബ്യൂട്ടിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൻസ് ഓഫ് അഗ്ലിനെസ് ആണ്, അല്ലേ? അപ്പോൾ ഈ പ്ലഷർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ഒരു വർക്ക് ഓഫ് ആർട്ട് കണ്ടിട്ട് നമുക്കൊരു പ്ലഷർ അല്ലെങ്കിൽ ഒരു പ്ലേസിംഗ് വ്യൂ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെ അഗ്ലി എന്ന് പറയും. അപ്പം നമ്മുടെ റൈറ്റർ ബ്യൂട്ടിയെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻസ് പെർസെപ്ഷൻ, അതായത് നമുക്ക് നമ്മുടെ സെൻസസിനെ അപ്പീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രപ്പോർഷൻ പ്ലസ് നമുക്ക് സെൻസസിനെ അപ്പീൽ ചെയ്യാൻ, നമ്മുടെ സെൻസസിനെ അപ്പീൽ ചെയ്യാൻ പറ്റുന്ന രീതിയുടെ ബ്ലെൻഡിനെ അല്ലെങ്കിൽ യൂണിറ്റിയാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാണുമ്പോൾ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ഏതൊക്കെ തമ്മിലാണ് യൂണിറ്റി ഉണ്ടായിരിക്കേണ്ടത്? അതിൻ്റെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പ്ലസ് നമ്മുടെ സെൻസസിനെ കൂടി അപ്പീൽ ചെയ്യാനുള്ളൊരു കഴിവും കൂടി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആർട്ട് എന്ന് അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്യൂട്ടിയുടെ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഓരോ കാലഘട്ടത്തിലും ബ്യൂട്ടി എന്ന് പറയുന്നത് ഓരോന്നോരോന്നാണ്. ഒരു ട്രൂ സ്റ്റുഡൻറ്റ് ഓഫ് ആർട്ട് ആണെന്നുണ്ടെങ്കിൽ അയാൾ, നമ്മുടെ ഹെർബർട്ട് റീഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി ആൻഡ് അപ്രീസിയേഷൻ, അവരുടെ കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി ആൻഡ് അപ്രീസിയേഷൻ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ആർട്ട് പ്രിപ്പയർ ചെയ്യാനെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം നമ്മുടെ ഓൺ കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി ആർട്ടും ആയിരിക്കത്തില്ല മറ്റുള്ളവർക്ക്. സോ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് എല്ലാം മാറ്റി വെച്ച് മറ്റുള്ളവർക്കും കൂടി കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും പ്ലീസിങ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ളവരെ മാത്രമേ ഒരു ട്രൂ സ്റ്റുഡൻറ്റ് ഓഫ് ആർട്ട് നമുക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഈക്വലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് ജെന്യൂൻ ആയിട്ടുള്ള രീതിയിലും, അതായത് ജെന്യൂൻ ആയിട്ടുള്ള ആർട്ടും ഫോൾസ് ആയിട്ടുള്ള ആർട്ടും തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനും സാധിക്കണം എന്നാണ് പറയുന്നത്. ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ജെന്യൂൻ ആർട്ട് ഏതാണ്, ഫോൾസ് ആർട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്തു വെക്കേണ്ടത്. അതായത് ജെന്യൂൻ ആർട്ട് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഓഡിയൻസിന് അല്ലെങ്കിൽ കാണുന്ന ആൾക്ക് അത് തിരിച്ചറിയാൻ പറ്റണം എന്നാണ് പറയുന്നത്. ഇതാണ് സെൻസറി പെർസെപ്ഷൻ ഓഫ് ബ്യൂട്ടി എന്നുള്ള ടൈറ്റിൽ, ആ ഒരു ടോപ്പിക്ക്. അടുത്തത് ആർട്ടും ബ്യൂട്ടിയും തമ്മിലുള്ള റിലേഷനാണ്. ആർട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ബ്യൂട്ടിയുമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ബ്യൂട്ടിഫുൾ അല്ലാത്ത ഒന്നിനെ നമ്മൾ ആർട്ടായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഇതൊരു മിസ്കൺസെപ്ഷൻ ആണെന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ആർട്ട് എന്ന് പറയുന്നത് നെസസറിലി ബ്യൂട്ടിഫുൾ ആവണം എന്നൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഈ ആർട്ടിനെ ബ്യൂട്ടിയുടെ ടേംസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ഇപ്പോഴത്തെ ഈ ഇൻ്റലക്ച്വൽസ് ഒക്കെ, മോഡേൺ ആയിട്ടുള്ള ബുദ്ധിജീവികളൊക്കെ പറയുന്നത് അതൊരു ആർട്ടാണ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ആർട്ടിനെയും ബ്യൂട്ടിയും തമ്മിൽ കുഴക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് പ്ലഷർ കിട്ടുന്ന ഒരു കാര്യമാണ്, പ്ലഷർ തരുന്ന ഒരു കാര്യമാണ്. അതെന്ന് പറയുമ്പോൾ ഈറ്റിംഗ് ആവാം, സ്മെല്ലിംഗ് ആവാം, അല്ലെങ്കിൽ അനദർ സെൻസേഷൻ ആവും. പക്ഷേ ഈ ആക്ടിവിറ്റീസിനെയൊക്കെ നമുക്ക് ആർട്ടെന്ന് വിളിക്കാൻ പറ്റും. അതായത് ഈറ്റിങ്ങിനെ, സ്മെല്ലിങ്ങിനെ, സെൻസേഷനെ, ഈ ബാക്കിയുള്ള അതർ സെൻസേഷൻസ് നമുക്ക് പ്ലഷർ കിട്ടുന്നതിനെയൊക്കെ നമുക്ക് ആർട്ടെന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ് ഹെർബർട്ട് റീഡ് ചോദിക്കുന്നത്. അതുപോലെ ബെനഡെറ്റോ ക്രോസി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഫിലോസഫറിൻ്റെ കാര്യവും ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആർട്ടിനെ കുറിച്ച് വളരെ ഇലാബറേറ്റ് ആയിട്ടും ഒരു തിയറി പറയുന്നുണ്ട്. ആർട്ടിനെ ഇൻറ്റ്യൂഷൻ എന്നാണ് ഈ ബെനഡെറ്റോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫിലോസഫർ വിളിക്കുന്നത്. ഇൻറ്റ്യൂഷൻ എന്നാണ് ആർട്ടിനെ വിളിക്കുന്നത്. അടുത്തത് കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിനെ പണ്ട് കാലങ്ങളിൽ നേച്ചറിൻ്റെ ഒരു കൈൻഡ് ഓഫ് കോപ്പി അല്ലെങ്കിൽ ഐഡിയലൈസേഷൻ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബ്യൂട്ടിക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ആശയങ്ങൾ നമ്മൾ ബ്യൂട്ടി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരുന്നു പണ്ടത്തെ കാലത്ത്. ഇപ്പോൾ അങ്ങനെ അദ്ദേഹം കുറച്ച് പെയിൻറ്റിങ്സിൻ്റെയൊക്കെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ അപ്പോളോ ബെൽവെദർ അല്ലെങ്കിൽ ആഫ്രഡൈറ്റ് ഓഫ് മെലോസിൻ്റെ ആ ഒരു ക്ലാസിക്കൽ ആർട്ട് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടൈപ്പ് ഓഫ് ഹ്യൂമാനിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഫോംഡ് ആണ്, പെർഫെക്റ്റ്ലി പ്രപ്പോർഷൻഡ് ആണ്, വളരെ സെറീൻ ആയിട്ടുള്ളൊരു കാര്യമാണ്, വർക്ക് ഓഫ് ആർട്ട് ആണെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ബ്യൂട്ടിയാണ് റോമും ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റിനസൻസിൻ്റെ സമയത്ത്, അതായത് ഓരോ കാലഘട്ടത്തിൽ വരുമ്പോഴും ബ്യൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഓരോ ഐഡിയാസ് ആണുള്ളത്. റിനസൻസ് കാലഘട്ടത്തിൽ വേറൊരു ടൈപ്പ് ഓഫ് ബ്യൂട്ടി, അതായത് നല്ല രീതിയിൽ പെർഫെക്റ്റ്ലി ഫോംഡും പെർഫെക്റ്റ്ലി പ്രപ്പോർഷൻഡും ഒരു പെർഫെക്റ്റ് പാറ്റേൺ ഉണ്ടെങ്കിൽ അതിനെ ആർട്ട് എന്നല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് വിളിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി ബൈസാൻറ്റൈൻ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ആണ് ബ്യൂട്ടി എന്നാണ് പറഞ്ഞിരുന്നത്, അല്ലാതെ ഹ്യൂമനോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലോ ആയിട്ടൊന്നും അല്ല ബ്യൂട്ടിയെ കണ്ടിരുന്നത്. പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പഴയ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം
നമ്മളിപ്പോൾ കേവ് ഇമേജസ് ഒക്കെ കണ്ടില്ലേ, പണ്ടത്തെ മനുഷ്യർ ഗുഹയിലൊക്കെ ഓരോ കേവ് പെയിൻറ്റിങ്സ് ഒക്കെ വരച്ച് വെക്കുമ്പോൾ അവരെന്തിനെക്കുറിച്ച് എപ്പോഴും ഹണ്ടിങ്ങിനെ കുറിച്ചൊക്കെയാണ് വരച്ച് വെക്കുന്നത്. ആ പ്രിമിറ്റീവ് ഐഡിയ ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഫിയറിനെ കാണിക്കുക, മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തിനെങ്കിലും വരച്ച് കാണിക്കുക, ഇതൊക്കെയായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരത് വരയ്ക്കുക, ഇതൊക്കെയായിരുന്നു പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത് ബ്യൂട്ടിയെക്കുറിച്ച്. ഓറിയൻ്റലിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? വളരെ എന്താ പറയുക, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അവർ ബ്യൂട്ടിയായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അവർ അല്ലാതുള്ള കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസിനെ കുറിച്ചായിരുന്നു വരച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള കോൺസെപ്റ്റിനെയാണ് ബ്യൂട്ടി എന്ന് വിളിച്ചിരുന്നത്. സോ ബ്യൂട്ടിക്ക് തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐഡിയൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഈവൻ ഇഫ് ആർട്ട് അഗ്ലി ആയിട്ടുണ്ട് ഇരുന്നാലും നമുക്കതിനെ വർക്ക് ഓഫ് ആർട്ട് എന്ന് തന്നെ വിളിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ ബ്യൂട്ടിഫുൾ ആയുള്ളതിനെ ഒരു കാര്യത്തിനെ മാത്രമേ നമുക്ക് ആർട്ടെന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അല്ല എന്ന് ഹെർബർട്ട് റീഡ് പറയുവാണ്. ദെൻ ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റിയുടെ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കളേഴ്സ്, സൗണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുക അല്ലെങ്കിൽ പെർസീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റിയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ കളർ എന്താണ് ചൂസ് ചെയ്യേണ്ടത്, സൗണ്ട് എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് വേണ്ടുന്നത്, അതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജിൻ്റെ ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റി ഓഫ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മൾ ഈ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ പെർസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പുതിയ ഷേപ്പിലോട്ടും പുതിയ പാറ്റേണിലോട്ടും ആക്കിയെടുക്കുക. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഇമോഷൻസുമായിട്ടോ അല്ലെങ്കിൽ ഫീലിങ്ങുമായിട്ടോ ഇതിനെ കണക്ട് ചെയ്യുക. അതാണ്. അപ്പോൾ ഈ 3 സ്റ്റേജും കൂടെ കലരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ അനദർ തിങ് ഇസ്, അത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹെർബർട്ട് റീഡ് എങ്ങനെയാണ് നമ്മുടെ ബെനഡറ്റോ ക്രോസിയുടെ കൺസെപ്റ്റ് ഓഫ് ആർട്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? അതായത് നമ്മുടെ ഈ ഒരു വർക്ക് എഴുതിയ ആളുടെ ബെനഡറ്റോ ക്രോസി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ഫിലോസഫറിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് എഴുതുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ആർട്ടിനെ അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ 3 സ്റ്റേജസ് ഓഫ് ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റി നമ്മൾ കണ്ടു. ഈ 3 സ്റ്റേജസ് ഓഫ് ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റി വെച്ചിട്ടാണ് അദ്ദേഹം ഈ ബെനഡറ്റോ ക്രോസിയുടെ ക്രിട്ടിസൈസ് ചെയ്യാമെന്നല്ല, ആ ആർട്ട് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിനെ ഒന്ന് അനലൈസ് ചെയ്തെടുക്കുവാണ് ഇവിടെ കേട്ടോ നമ്മുടെ ഹെർബർട്ട് റീഡ് എന്ന് പറഞ്ഞ റൈറ്റർ. അപ്പം ഈ 3 സ്റ്റേജസ് ഓഫ് ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റിയുടെ ഹെൽപ്പോട് കൂടി ബെനഡറ്റോ ക്രോസിയുടെ ആർട്ടിനെ കുറിച്ചുള്ള ഐഡിയ എന്താണെന്ന് അദ്ദേഹം അനലൈസ് ചെയ്യുവാൻ പോവുകയാണ്. ബെനഡറ്റോ ക്രോസിയുടെ നോഷൻ എന്താണ്? ആർട്ട് എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷൻ്റെ പേരിലാണ് ഡിഫൈൻ ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. എക്സ്പ്രഷനാണ് ശരിക്കും പറഞ്ഞാൽ ആർട്ടിൻ്റെ എല്ലാം ബേസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻകാർണേഷൻ്റെ പ്രോഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ആർട്ടിസ്റ്റ് വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി വേർഡ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ആർട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് ഇൻകാർണേഷൻ എന്ന് നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പോൾ ഇമോഷനും എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് യൂണിറ്റി ആയിട്ട് മാറുകയാണ്. അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. റീഡ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെനഡറ്റോ ക്രോസി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഫെയിലായി എന്നാണ് പറയുന്നത്. യൂണിറ്റി അല്ല, യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഫെയിലായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ഫോർമൽ ക്വാളിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻഫോർമൽ ക്വാളിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഇതിനെ അങ്ങോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ കമ്പൈൻ ചെയ്യാനോ ഫെയിലായി പോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു ഫോംലെസ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിനെയൊക്കെ വർക്ക് ഓഫ് ആർട്ട് എന്ന് വിളിക്കാം. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അഗ്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൊറർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. എന്താണെങ്കിൽ പോലും ഈ ഒരു തമ്മിലുള്ളൊരു യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സെപ്പറേറ്റ്, അതായത് ഈ ഇമോഷൻ ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് യൂണിറ്റിയാണ്. അപ്പോൾ അതിനെ തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ക്രോസിൻ്റെ കാര്യത്തിൽ ബെനഡറ്റോ ക്രോസിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം ആ ഒരു കാര്യത്തിൽ ഫെയിലായി പോയി എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഹെർബർട്ട് റീഡ് പറയുന്നത്. ദെൻ അനദർ തിങ് ഈസ് ഈസ്തെറ്റിക് സെൻസിബിലിറ്റി. ഈസ്തെറ്റിക് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മാൻകൈൻഡിൻ്റെ ഉള്ളിൽ ഒരു കൈൻഡ് ഓഫ് ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഈസ്തെറ്റിക് സെൻസ് നമുക്കുണ്ട് ഹ്യൂമൻ ബീയിങ്സിന്. അപ്പോൾ ഈ ഒരു സെൻസിബിലിറ്റി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീലിങ്സിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വരാം. അതായത് ഒരു മനുഷ്യൻ ഒരു ആർട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന ആ ഒരു ഈസ്തെറ്റിക് സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ മൈൻഡിൽ വരുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് എന്താണോ ആ ഒരു ആർട്ട് ഓഫ് വർക്കിനെ കാണുമ്പോൾ
അതാണ് നമ്മൾ ഈസ്തറ്റിക് സെൻസിബിലിറ്റി എന്ന് നമുക്ക് പറയാമെന്ന് പറയുന്നത്. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അതിനെ വാല്യൂ അതായത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും സെയിം ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഓരോ സിവിലൈസേഷനിലാണെന്നുണ്ടെങ്കിലും ഓരോ ആളുകൾക്കാണെന്നുണ്ടെങ്കിലും അത് വ്യത്യസ്തമായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇൻഹെറൻ്റ്ലി നമുക്ക് ഈസ്തറ്റിക് സെൻസിബിലിറ്റി ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു വർക്ക് ഓഫ് ആർട്ടിനെ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ ഈസ്തറ്റിക് സെൻസിബിലിറ്റി അനുസരിച്ച് മെഷർ വെച്ച് അല്ലെങ്കിൽ ബാലൻസ് കൊണ്ട് റിതം ഹാർമണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അതിൻ്റെ ഇമോഷൻസ് ഇത് തരുന്ന ഈ ഇത്രയും ഫാക്ടേഴ്സ് തരുന്ന ഇമോഷൻ എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വർക്ക് ഓഫ് ആർട്ട്, അതായത് ഇപ്പം നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ചില പെയിൻറ്റിങ്സ് ഒക്കെ കാണുമ്പോൾ ഓക്കെ ഇത് കൊള്ളാം അത് കൊള്ളത്തില്ല എന്ന് നമുക്ക് തോന്നുമല്ലോ. അതെന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് നേരത്തെ നമ്മുടെ മൈൻഡിലുള്ളൊരു ഒരു ഈസ്തറ്റിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടെന്നാണ്, ആ ഒരു സെൻസിബിലിറ്റി നമുക്കുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻറ്റ്യൂട്ടീവായിട്ട് വരുന്നൊരു കാര്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് കൊള്ളാം കൊള്ളില്ല എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ, അത് ഇൻറ്റ്യൂട്ടീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ പ്രിമിറ്റീവ് ആർട്ട് എന്ന് പറയുന്നത് കൊള്ളില്ല എന്നും ഗ്രീക്ക് ആർട്ട് എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണെന്ന് പറയുന്നതും ഒക്കെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെയൊന്നും പറയുന്നത് ശരിക്കും ആ ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരുന്നത് വളരെ മോശമാണെന്നാണ്, അല്ലെങ്കിൽ അത് ഒരു റോങ് ആയിട്ടുള്ളൊരു ഡിസ്റ്റിങ്ഷൻ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ദ ഗോൾഡൻ സെക്ഷൻ. ദ ഗോൾഡൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിൽ ഹാർമണി അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജോമെട്രിക്കൽ കാൽക്കുലേഷനെയാണ് നമുക്ക് ഗോൾഡൻ സെക്ഷൻ എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാലും നമുക്കിപ്പോൾ ഒരു പെയിൻറ്റിങ് ചെയ്താലും നമ്മൾ ക്ലേ വെച്ച് എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്താലും നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ഓഫ് ആർട്ട് ക്രിയേറ്റ് ചെയ്താലും അതിന് കുറച്ച് മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ കാണും. അതിനെയാണ് ഗോൾഡൻ സെക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആർട്ടിനെ കുറച്ചും കൂടെ മിസ്റ്റീരിയസ് ആക്കി മാറ്റുന്നത്. അതായത് പിന്നെ എന്താ പറയുക, ഈ കുറച്ച് സീരിയസ്നെസ് ഈ ഗോൾഡൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക, അതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് പ്രപ്പോർഷനും പാറ്റേണും ഒക്കെ വെച്ച് ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ക്രിയേറ്റ് ചെയ്യുക, അതിനെയാണ് ഗോൾഡൻ സെക്ഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്കൊരു കൈൻഡ് ഓഫ് കാൽക്കുലേഷൻ എന്ന് പറയാം നമുക്ക്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് കുറേ ഈ ഗോൾഡൻ സെക്ഷൻ വെച്ചിട്ട് വർക്ക് ഓഫ് ആർട്ട് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അതിന് റൈറ്റേഴ്സ്, ഒരു ജർമ്മൻ റൈറ്റർ ഉണ്ട് സെയ്സിങ് എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ഗോൾഡൻ സെക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നേച്ചറിലും ആർട്ടിലും എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എല്ലാ വർക്ക് ഓഫ് ആർട്ടിലും ഈ ഗോൾഡൻ സെക്ഷൻ പ്രിവെയിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഗസ്റ്റ് തിയോഡർ ഫെഷ്നർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു എന്താണ് ആർട്ടിസ്റ്റ് കൂടി, അദ്ദേഹവും എന്താണ് ഈ നമ്മുടെ ഗോൾഡൻ സെക്ഷനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുള്ളൊരു ഒരു ആർട്ടിസ്റ്റും കൂടിയാണ്. ഇപ്പോൾ ഗോൾഡൻ സെക്ഷൻ എന്ന് പറയുന്നത് ആർക്കിടെക്ചറിലാണെങ്കിലും ബുക്കിൻ്റെ പേജിലാണെങ്കിലും ഈജിപ്റ്റ് നമ്മുടെ പിരമിഡ്സ് ഉണ്ടല്ലോ ഈജിപ്റ്റിലെ, അതാണെങ്കിലും പെയിൻറ്റിങ്സിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഈ ഒരു ഗോൾഡൻ സെക്ഷൻ എന്നുള്ള ഒരു പ്രപ്പോർഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ പിയറോ ഡെല്ല ഫ്രാൻസിസ്കയുടെ പെയിൻറ്റിങ്സിൽ പോലും ഈ ഒരു കൈൻഡ് ഓഫ് ജോമെട്രിക് ഓർഗനൈസേഷൻ, അതായത് ഗോൾഡൻ സെക്ഷനെ ജോമെട്രിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജോമെട്രിക്കൽ കാൽക്കുലേഷൻ പിയറോ ഡെല്ല ഫ്രാൻസിസ്കയുടെ പെയിൻറ്റിങ്സിൽ പോലും കാണാൻ പറ്റുമെന്നാണ് ഹെർബർട്ട് റീഡ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോയട്രി ആൻഡ് ഡിസ്പ്രപ്പോർഷൻ എന്നാണ്. ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ്ലി റെഗുലർ മീറ്ററാണ് പോയട്രിക്കെല്ലാം. അതായത് ഇപ്പോൾ ഒരു പോയറ്റ് ഇന്ന മീറ്ററിൽ എന്താണ് ഇത്രയും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇത്ര വേർഡ്സ് യൂസ് ചെയ്ത് ഈ മീറ്ററിനുള്ളിൽ ഒതുക്കി ഇത്രയും റൈമിൽ, അതായത് ഒരു പെർഫെക്റ്റ് റൈമിൽ ചെയ്ത് ഒരു പോയം ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഡള്ളായി മാറും എന്നാണ് പറയുന്നത്. സോ പോയറ്റ് എന്ത് ചെയ്യും, ചിലപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി പല ടൈപ്പ് മീറ്റർ അല്ലെങ്കിൽ പല ടൈപ്പ് ഫീറ്റ്, പല ടൈപ്പിലുള്ള റിതംസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അത് ആ പോയറ്റിന് ഒരു ലിബർട്ടിയാണ്, ഒരു ഫ്രീഡം കൊടുക്കുകയാണ്. അപ്പോൾ ആ പോയം ശരിക്കും പറഞ്ഞ് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. അപ്പോൾ ആ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വളരെ മോർ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു വർക്ക് ഓഫ് ആർട്ട് മാറും, അല്ലെങ്കിൽ ആ ഒരു പോയം മാറും. ഇതിനെയാണ് പോയട്രി ആൻഡ് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ റൂൾസിനും റെഗുലേഷൻസിനും റെസ്ട്രിക്ഷൻസിനകത്തും വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രീഡം കാണത്തില്ല. ആ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് വളരെ ഡള്ളായിട്ട് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റർ മനഃപൂർവ്വം ഈ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മനഃപൂർവ്വം അദ്ദേഹം ഈ ഒരു സ്വാതന്ത്ര്യം എടുക്കുവാണല്ലോ ആ ഒരു വർക്ക് ഓഫ് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിൻ്റെ മൈൻഡിൽ എന്താണോ തോന്നുന്നത്, ഇൻറ്റ്യൂഷൻ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നിയമങ്ങളെല്ലാം എപ്പോഴും പാലിക്കണം എന്നൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഒരു വർക്ക് ഓഫ് ആർട്ട് ബ്യൂട്ടിഫുൾ ആക്കാൻ ചിലപ്പോൾ നമ്മൾ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ലോസ് ഒക്കെ ഒന്ന് റിജക്ട് ചെയ്ത് റൂൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അതിൽ മനോഹരമായിട്ട് മാറും
മാറും എന്നാണ്, ഒരു വർക്ക് ഓഫ് ആർട്ട് മാറും എന്നാണ് ഹെർബർട്ട് റീഡ് പറയുന്നത്. ആൻഡ് ഈ ഒരു ക്ലെയിം അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീക്ക് പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, എസ്പെഷ്യലി ഈ ഫ്ലവർ വേസിൻ്റെ ഒക്കെ പെയിൻറ്റിങ്സ്, ഫ്ലവർ വാസി എന്നാണ് പറയേണ്ടത്. ഈ ഫ്ലവർ വാസിയുടെ ഒക്കെ പെയിൻറ്റിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഈ ഗ്രീക്ക് പെയിൻറ്റിങ്സ് നമ്മൾ എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഈ ജോമെട്രിക് ലോസ് ഒക്കെ അനുസരിച്ചായിരിക്കും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ജെ ഹാംബിഡ്ജിൻ്റെ വർക്ക് ഓഫ് ആർട്ടൊക്കെ നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻറ്റിങ് നമ്മൾക്ക് കാണുമ്പോൾ വളരെ ലൈഫ്ലെസ് ആയിട്ട്, വളരെ ഡള്ളായിട്ട്, അല്ലെങ്കിൽ വളരെ കോൾഡായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ഒരു ഡെഡ് പിക്ചറിലോട്ട് നോക്കുന്ന കണക്ക് തോന്നും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, ഈ റൂൾസ് ഒന്നും പാലിക്കാതെ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഫാർമറിൻ്റെ പോട്ട്, നമ്മൾ ഒരു കൃഷിക്കാരൻ്റെ ഒരു പോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റൂൾസ് ഒന്നും നോക്കാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇതിലും ഈ ഗ്രീക്ക് പെയിൻറ്റിങ്ങിനെക്കാട്ടിലും അതിമനോഹരമായിരിക്കും എന്നാണ് റൈറ്റർ പറയുന്നത്. ഇനി എന്താണ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്? അതായത് ഈ ഡിസ്പ്രപ്പോർഷൻ അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഗോൾഡൻ സെക്ഷൻ അല്ലെങ്കിൽ ഈ ജോമെട്രിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വർക്ക് ഓഫ് ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ജോമെട്രിക്കൽ ഹാർമണി ഒന്നും നോക്കാതെ, ഈ കാൽക്കുലേഷൻസ് ഒന്നും നോക്കാതെ, നമ്മൾ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മൾ ഈ ഒരു റൂൾസിനെയൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ആ ഒരു റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീക്ക് ക്ലാസിക്കൽ സ്കൾപ്ചറിൽ അല്ലെങ്കിൽ ഈ ഇറ്റാലിയൻ റെനസൻസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങിലൊക്കെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഈ എപ്പോഴും ചെയ്യുന്ന രീതിയിൽ ചെയ്യാതെ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഐഡിയലായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചില ഗ്രീക്ക് ക്ലാസിക്കൽ സ്കൾപ്ചറോ അല്ലെങ്കിൽ ഇറ്റാലിയൻ റെനൈസൻസ് പെയിൻറ്റിംഗ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് ഈ നമ്മുടെ ഐബ്രോയുടെ ആ ഒരു ലൈൻ അല്ലെങ്കിൽ നോസ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും റിയലോ ഒരിക്കലും ഇൻ റിയാലിറ്റി സ്ട്രെയിറ്റ് ഒന്നും അല്ല. പക്ഷെ നമ്മൾ ഈ പെയിൻറ്റിങ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ വളരെ പക്ക സ്ട്രെയിറ്റ് ആയിട്ടും, അതായത് ഓരോന്നിനും ഓരോ ഷേപ്പ് പോലെ ഉണ്ടല്ലോ. ഫേസ് ഓവൽ അല്ല, ബ്രസ്റ്റ് എന്ന് പറയുന്നത് റൗണ്ട് അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻ റിയാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ ചില പെയിൻറ്റിങ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളത് അതുപോലെ ആയിരിക്കും, അതായത് ഒരു വര വരച്ച് കറക്റ്റ് ഐബ്രോ ഒക്കെ ഒരു ലൈൻ പോലെ, സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും. നോസ് എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ആ പെയിൻറ്റിങ്ങിലുള്ളത്. ഫേസ് എന്ന് പറയുമ്പോൾ ഓവൽ ഫേസ്. അപ്പോൾ എല്ലാവരുടെയും ഫേസും എല്ലാവരുടെയും ഐബ്രോയും ഒക്കെ ഈ സ്ട്രെയിറ്റ് ആയിട്ട്, നോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നോസ് സ്ട്രെയിറ്റ് ആയിട്ടും ഒക്കെയാണോ ഇരിക്കുന്നത്? അല്ല, ഐബ്രോസ് ചിലരുടെ വില്ല് പോലെ വളഞ്ഞിട്ടുള്ളതുണ്ടായിരിക്കും, ചിലരുടെ നോസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്ലാൻഡിങ്ങിൽ ഒരു ചെറിയൊരു വളവ് കാണും അല്ലേ. ഫേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഓവൽ ഷേപ്പാണോ? അല്ല, വി ഷേപ്പ് ഉണ്ട്, റൗണ്ട് ഫേസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് ഇത്രയും കറക്റ്റ് മീറ്ററിൽ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. ഇതിനകത്ത് കുറച്ച് വേരിയേഷൻസ് ഒക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം എപ്പോഴാണ് ഈ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വ്യത്യാസമൊക്കെ വരുത്താം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, പക്ഷേ നമ്മളൊരിക്കലും നേച്ചറിനെ അല്ലെങ്കിൽ ആ ആർട്ടിനെ കളിയാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അങ്ങ് അഗ്ലിയാക്കി കളയരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എപ്പോഴും നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു പെയിൻറ്റർ ഇതുപോലെ നോസിനെ സ്ട്രെയിറ്റ് ആയിട്ടും ഐബ്രോയെ സ്ട്രെയിറ്റ് ആയിട്ടും വരച്ചുവെങ്കിൽ എല്ലാവരും പിന്നെ ബോഡി ഫീച്ചേഴ്സ് വരയ്ക്കുമ്പോൾ അതുപോലെ ആയിരിക്കും വരയ്ക്കുന്നത്. അത് എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു ഇമിറ്റേഷൻ മാത്രമാണ് അല്ലേ. പക്ഷേ ഈ ഇമിറ്റേഷൻസിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ട് നമ്മൾ കുറച്ചൊന്ന് മാറി ഡിപ്പാർട്ട് ചെയ്ത് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ആർട്ടിസ്റ്റിൻ്റെ വില്ലനുസരിച്ചാണ് ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് ബാലൻസ്ഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസയറിനനുസരിച്ച് അല്ലെങ്കിൽ ഇന്നർ ഫീലിങ്സിൽ എന്താണോ പറയുന്നത് അതുപോലെയും ചെയ്യാം എന്നാണ് പറയുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റിന് എന്ത് വേണമെങ്കിലും തീരുമാനം എടുക്കാമെന്നാണ് പറയുന്നത്. ദെൻ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഓരോ പിക്ചർ എടുത്താലും അല്ലെങ്കിൽ ഓരോ വർക്ക് ഓഫ് ആർട്ട് എടുത്താലും അതിനൊരു പാറ്റേൺ കാണും, അറിഞ്ഞോ അറിയാതെ അതിനൊരു പാറ്റേൺ വരും എന്നാണ് പറഞ്ഞത്. ഈ പാറ്റേൺ വെച്ചുകൊണ്ട് മാത്രം നമുക്കൊരു വർക്ക് ഓഫ് ആർട്ട് നല്ലതാണെന്ന് പറയാനൊന്നും സാധിക്കുകയില്ല. പക്ഷേ വർക്ക് ഓഫ് ആർട്ടിൽ എന്തായാലും ഒരു പാറ്റേൺ എവിടെയെങ്കിലും ഒക്കെ കാണും എന്നാണ് പറയുന്നത്. പാറ്റേൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ നെസസറി ആണെന്നും പറയുമല്ല, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും, അതായത് ഇപ്പം നമുക്ക് എല്ലാ പെയിൻറ്റിങ്സിലും പാറ്റേൺ കാണുമെന്നും അല്ലടാ പറയുന്നത്. മിക്കവാറുമുള്ള പെയിൻറ്റിങ്സിലൊക്കെ നമുക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കും. പിന്നെ പാറ്റേൺ ഉണ്ടെങ്കിലേ അതിനൊരു വർക്ക് ഓഫ് ആർട്ട് ആകുകയുള്ളൂ എന്നൊന്നും നമുക്ക് പറയാനും സാധിക്കില്ല. പിന്നെ അടുത്ത എലിമെൻ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ എലിമെൻ്റ് ആണ്. അതായത് ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര ബാക്കിയുള്ള അവരെ ഇമിറ്റേറ്റ് ചെയ്തു വെച്ചാലും അയാളുടെ ഒരു പേഴ്സണൽ എലിമെൻ്റ് എന്തെങ്കിലും അതിനകത്ത് കാണണം. അതായത് ഹി ഷുഡ് റിവീൽ സംതിങ് ദാറ്റ് ഇസ് ഒറിജിനൽ. അദ്ദേഹത്തിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു ഒറിജിനൽ സൃഷ്ടി, എന്തെങ്കിലും ഒരു ഒറിജിനൽ എലിമെൻ്റ് അതിനകത്ത് കണ്ടിരിക്കണം, ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു വിഷൻ അതിനകത്ത് വന്നിരിക്കണം എന്നാണ് പറയുന്നത്. ആർട്ടിസ്റ്റ് ഒരു എന്താ പറയുക, ഏതൊരു വർക്ക് ഓഫ് ആർട്ട് ക്രിയേറ്റ് ചെയ്താലും അതിനകത്തൊരു അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു കയ്യൊപ്പ് പതിപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് പേഴ്സണൽ എലിമെൻറ്റ് എന്ന് പറയുന്നത്.
അനദർ കോൺസെപ്റ്റ് ഇസ് ദ ഫോം ഓഫ് ആർട്ട്. ഫോം ഓഫ് ആർട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വർക്ക് ഓഫ് ആർട്ടിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഓഫ് ആർട്ടിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അതായത് വിസിബിൾ ആയിട്ടിരിക്കുന്ന ആ ഒരു ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഫോം ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഷേപ്പും സൈസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്, അതിന്റെ ആ ഒരു വളവൊക്കെ എങ്ങനെ വന്നു, ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, അതിന്റെ കറക്റ്റ് ഷേപ്പ് എന്താണ്, ഇതൊക്കെയാണ് ഫോം ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. അതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഒരു പിന്നെന്താ പറയുക, ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. അത് നമ്മളെ എന്തായാലും നല്ല രീതിയിൽ എഫക്ട് ചെയ്യും, ആ ഒരു കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളെ എന്തായാലും എഫക്ട് ചെയ്യും. അപ്പം അത് റെഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു സിമെട്രി അല്ലെങ്കിൽ അതൊരു ഫിക്സഡ് പ്രൊപ്പോർഷൻ മാത്രമല്ല ഈ ഒരു ഫോം ഓഫ് ആർട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ അതിൽ ആ ബോക്സിന് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻസ് ആണുള്ളത്, അങ്ങനെയൊന്നും അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും അതൊരു ബോക്സ് ആയിട്ട് നമുക്ക് തോന്നുന്നു, നമുക്ക് കാണുമ്പോൾ അതൊരു ബോക്സ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് റെഗുലർ ആണെന്നോ സ്ട്രെയിറ്റ് ആണെന്നോ അതിന്റെ ഈ ഒരു സിമെട്രി പാറ്റേൺ ഒക്കെ നമ്മൾ ഫിക്സഡ് ആണെന്നോ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അതിനൊരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്രപ്പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്നാണ് പറയുന്നത്. അത് നമ്മളെ ഒരിക്കലും ഈ ഒരു വർക്ക് ഓഫ് ആർട്ട്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അത് ആ ഒരു വർക്ക് ഓഫ് ആർട്ട് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ഗ്രേറ്റ് ജാപ്പനീസ് ആർട്ടിസ്റ്റിന്റെ ഒരു പെയിന്റിങ്ങിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, ഒരു പിക്ചറിനെ കുറിച്ച് ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എഫക്റ്റ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അനദർ വൺ ഇസ് തിയറി ഓഫ് ഐൻഫ്ലൂം. ഈ ഒരു തിയറി എന്ന് പറയുന്നത് തിയോഡർ ലിപ്സ് എന്ന് പറയുന്ന ഒരാളാണ് കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു ഈസ്തറ്റിക് റൈറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഐഫലൂങ് അല്ലെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. പല ടൈപ്സ് ഓഫ് പ്രൊനൗൺസിയേഷൻസ് അവൈലബിൾ ആണ് നെറ്റിൽ. EINFUHNLUNG ഐഫലൂങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐഫലങ് എന്ന് പറയാം. അപ്പോൾ അതിനെ എന്താണ് എംപതി അല്ലെങ്കിൽ ഫീലിംഗ് ഇൻറ്റു എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരാൾ കരയുവാണെന്ന് വിചാരിച്ചോ, നമുക്കും അതേ വിഷമം, നമുക്ക് അയാളുടെ അടുത്തൊരു സിമ്പതി തോന്നാം. എംപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അതേ വിഷമം അതേ പെയിനോട് കൂടി നമുക്ക് മൈൻഡിൽ തോന്നുന്നതിനെയാണ് എംപതി എന്ന് പറയുന്നത്. അയാളുടെ സ്ഥാനത്ത് നമ്മൾ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സിമ്പതി എന്ന് പറയുമ്പോൾ നമുക്കൊരു കഷ്ടം തോന്നും, അയ്യോ പാവം, ഇതേ ഉള്ളൂ. എംപതി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഇൻറ്റു തോന്നും, അതായത് അയാളുടെ സ്ഥാനത്ത് നമ്മൾ ഇരുന്ന് കരയുന്ന പോലെ അത്രയും ഡീപ്പായിട്ട് നമുക്കും ആ പെയിൻ കിട്ടും. അപ്പോൾ ഈ ഐഡ്ഫലൂ എന്ന് പറയുന്നത് ഫീലിംഗ് ഇൻറ്റു അല്ലെങ്കിൽ എംപതി എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷനാണ് കേട്ടോ. നമ്മളൊരു വർക്ക് ഓഫ് ആർട്ടിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ഓഫ് ആർട്ട് നമ്മുടെ ഉള്ളിൽ ഫീലിങ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൈൻഡ് ഓഫ് കണക്ഷൻ തോന്നും അല്ലേ ആ ഒരു വർക്ക് ഓഫ് ആർട്ടുമായിട്ട്. അതിനെയാണ് ഈ ഐഫലൂങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെർബർട്ട് റീഡ് ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു ജാപ്പനീസ് പെയിന്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജാപ്പനീസ് പെയിന്റിങ്ങിനകത്ത് ഒരു ബോട്ടിന്റെ ഇത് കാണിക്കുന്നുണ്ട്, ഒരുപാട് ബോട്ട്സിനെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഫുൾ ആളുകളുണ്ട് ആൻഡ് അവർ ഡേഞ്ചറിലാണ്, വേവ്സ് വന്ന് അവരെ ക്രാഷ് ചെയ്യുന്ന പോലെ ഒരു പെയിന്റിംഗ് ആണ്. സോ നമുക്കത് കാണുമ്പോൾ ജാപ്പനീസ് ബോട്ട് നമ്മൾ കാണുന്നു, നമുക്ക് അവരൊരു സിമ്പതി തോന്നുന്നു, അവർ ഡേഞ്ചറിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതൊരു വർക്ക് ഓഫ് ആർട്ടാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ എനോർമസ് വേവ് വന്ന് ഇവരെ അടിച്ച് അബ്സോർവ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ഒരു എംപതി പോലൊരു ഫീല് വരുന്നുണ്ട്. അതാണ് ഇവിടെ ഐഫലൂങ് എന്നുള്ള ഈ ഒരു തിയറി പറയുന്നത്. അതായത് ഒരു കൈൻഡ് ഓഫ് എംപതി ആ ഒരു വർക്ക് ഓഫ് ആർട്ട് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ റീഡിന്റെ വ്യൂ ഓൺ പോയട്രി ആണ് അടുത്തത്. പോയട്രിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പോയട്രി എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ആർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാസ്റ്റിക് ആർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്ക് ഫിസിക്കലി അതിനെ നമുക്ക് കാണാൻ തൊടാനും ടച്ച് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ ഒരെണ്ണമാണ് പോട്രി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ദി ആർട്സ് എന്നാണ് പോട്രിയെ കുറിച്ച് പറയുന്നത്. വളരെ സിംപ്ലസ്റ്റ് ആണ്, പക്ഷേ എന്നാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ആർട്ടാണ് പോട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോട്രി എന്ന് പറയുമ്പോൾ ഈ ക്ലേ വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ വെസൽസ് നമ്മൾ ഹാൻഡ് കൊണ്ടാണ് നേരത്തെ നമ്മൾ ഈ വെസൽസ് അല്ലെങ്കിൽ ക്ലേ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആളുകൾക്ക് എഴുതുന്നതിന് മുന്നേ നമ്മൾ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ ഒറിജിന് മുന്നേ അല്ലെങ്കിൽ റിലിജന്റെ ഒറിജിന് മുന്നേ ഒക്കെ മനുഷ്യൻ ചെയ്തു വെച്ചൊരു കാര്യമാണ്, ആർട്ടാണ് നമ്മൾ ഈ പോട്രി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് വളരെയധികം എക്സ്പ്രസീവായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആർട്ട് എന്ന് പറയുന്നത് ഈ ഫയറിന്റെ, അതായത് ഫയർ ഡിസ്കവർ ചെയ്തു, വീൽസ് ഡിസ്കവർ ചെയ്തു, ആ ഒരു സമയത്ത് ഇവോൾവ് ആയിട്ട് വന്നൊരു ആർട്ടാണ് ഈ ഒരു പോട്രിയുടെ ആർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വാസിയുടെ കാര്യം പറയുന്നുണ്ട്. വാസി എന്ന് വെച്ചാൽ മറ്റേ ഫ്ലവർ വേസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഗ്രീക്ക് വാസി എന്ന് പറയുന്നത് ഈ ഒരു പോട്രിക്ക് പറ്റിയ ഒരു എക്സാമ്പിൾ ആണ്. ചൈനീസ് വാസി എന്ന് പറയുന്നത് എന്താണ്? അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ഗ്രീക്ക് വാസിയും ഒരു ചൈനീസ് വാസിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ
അപ്പോൾ ഈ ഒരു ചൈനീസ് വാസി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പറയുവാണ് രണ്ട് പെയിന്റിങ്സോ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് പോട്ടറിയെ കുറിച്ച് പറയുവാണ്. ചൈനീസ് വാസി എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ട് തോന്നും അവരുടെ പോട്ടറിയൊക്കെ നമുക്ക് കാണുവാണെങ്കിൽ. പക്ഷേ ഗ്രീക്ക് വാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു കുറച്ച് ക്ലാസിക്കലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിനൊരു എല്ലാം ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് ചെയ്തതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. കമ്പയർഡ് ടു ദാറ്റ് ചൈനീസ് വാസിയാണ് കുറച്ചും കൂടി വേറെ കൾച്ചറിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് വന്ന് കുറച്ചും കൂടി ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് അവർക്കൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു നേച്ചറാണ് പോട്ടറിക്കുള്ളത്. പെർഫെക്റ്റ് ടൈപ്സ് ഓഫ് പോട്ടറി എന്ന് പറയുന്നത് ഗ്രീസിലും ചൈനയിലും ഉണ്ട്. അത് വേറെ രാജ്യങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പോട്ടറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്യുവർ ആയിട്ടുള്ളൊരു ആർട്ടാണ്. അപ്പോൾ പോട്ടറിയെ നമ്മൾ പ്ലാസ്റ്റിക് ആർട്ടെന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് പോർട്രേറ്റുകളെ കുറിച്ചാണ് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോർട്രേറ്റ്സിനകത്ത് പറയുന്നത് ഹെർബർട്ട് റീഡ് റസ്കിൻ്റെ ഒരു കോട്ടോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റസ്കിൻ പറയുന്നുണ്ട് ഒരാളുടെ ബെസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രേറ്റ് ആളുകളുടെ അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള സ്കോളേഴ്സിൻ്റെ അല്ലെങ്കിൽ ബെസ്റ്റ് പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ പോർട്രേറ്റ്സ് ആണെന്ന്. പോർട്രേറ്റ്സ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഒരു കൈൻഡ് ഓഫ് പെയിൻറ്റിംഗ് ആണ്. ഒരാളെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അയാളുടെ ഷോൾഡേഴ്സ് വരെയൊക്കെ കാണത്തോളായിരിക്കും. അയാളുടെ ഫേസ്, അയാളുടെ ബാക്കി ഫീച്ചേഴ്സ്, അയാളുടെ ഷോൾഡേഴ്സ് വരെ. അതിനെയാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോർട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹ്യൂമനിസ്റ്റിക് പീരീഡിൽ ആ ഒരു സമയത്തായിരുന്നു. അതായത് ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻ്റലിജൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആ ഒരു സമയത്താണ് പോർട്രേറ്റ്സ് പെട്ടെന്ന് ഫേമസ് ആയെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഹ്യൂമൻ ബീയിങ്സ് ആയിരുന്നു എല്ലാത്തിൻ്റെയും മെഷർ എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീയിങ്സിനെ സെൻറ്റർ ആക്കിക്കൊണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പോർട്രേറ്റ് എന്നുള്ള ആർട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമാനിറ്റിക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് തന്നെയാണെന്നാണ് പറയുന്നത്. ഈ പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിൻ്റെ റൈസും അതുപോലെ തന്നെ നോവലിൻ്റെ റൈസും തമ്മിൽ കുറച്ച് പാരലൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരാളുടെ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഇപ്പം ആദ്യത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് അയാളെ അങ്ങ് വരച്ചു വെക്കുക, അത്രേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊന്നുമില്ല, കൂടുതലും കുറച്ചും ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് എങ്ങനെയാണോ അയാൾ ഇരിക്കുന്നത് അതുപോലെ അയാളെ അങ്ങ് വരച്ചു വെക്കുക. അതായിരുന്നു പോർട്രേറ്റ് പെയിൻറ്റിങ്ങിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ആ സമയത്തെ ഏർലി ടൈമിലുള്ള ഇറ്റാലിയൻ നോവലിലുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഒരു ക്യാരക്ടറിന് അയാൾക്ക് വലിയ ഡെവലപ്മെൻ്റ് ഒന്നും കാണത്തില്ല നോവൽസിനകത്ത്. ആ ക്യാരക്ടർ അങ്ങനെ തന്നെ നിൽക്കും, ഒരു ചേഞ്ചും കാണത്തില്ല, ചുമ്മാ ജസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡള്ളായിട്ട് അങ്ങ് മാറും. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് 15th സെഞ്ച്വറി ആയപ്പോഴത്തേക്ക് പോർട്രേറ്റ് പെയിൻറ്റിങ്ങിന് കുറച്ചും കൂടി സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രിസിഷനൊക്കെ വരാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് നോവൽസിന് ഈ ഒരു മാറ്റം വന്നതുമില്ല. അതായത് 15th സെഞ്ച്വറി എൻഡൊക്കെ ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങിലുള്ള പോർട്രേറ്റിന് കുറച്ച് വ്യത്യാസമൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ക്രൂവലായിട്ടുള്ളൊരു മനുഷ്യൻ നമ്മുടെ മുമ്പിലിരിക്കുക. അയാൾ ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് ക്രൂവലായിട്ട് തോന്നത്തില്ലെങ്കിലും അയാളുടെ ഫീച്ചേഴ്സും അയാളുടെ ബിഹേവിയറും ഒക്കെ നമുക്കറിയാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ പോർട്രേറ്റ് വരയ്ക്കുന്ന ആൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ആ ഫീച്ചേഴ്സ്, അയാളുടെ ആ ബിഹേവിയർ, അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണോ അതും കൂടി ഈ പോർട്രേറ്റിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന രീതിയിലായിരിക്കും വരച്ച് വെക്കുന്നത്. പക്ഷേ ഇങ്ങനത്തുള്ള മാറ്റങ്ങൾ നോവൽസിൽ പോലും അന്ന് കണ്ടിരുന്നില്ല എന്നാണ് ഹെർബർട്ട് റീഡ് പറഞ്ഞത്. പിന്നെ ഒരു ഗുഡ് പോർട്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറിനെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് പോർട്രേ ചെയ്യുന്നതിനെയാണ് നമുക്കൊരു നല്ല പോർട്രേറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിൻസെൻ്റ് ചർച്ചിലിൻ്റെയൊക്കെ ചില ഫോട്ടോസ്, പെയിൻറ്റിങ്സ്, പോർട്രേറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ സ്മോക്ക് ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിയൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ അദ്ദേഹം സ്മോക്കറാണ്, അത് നമുക്കറിയാം. ചിലപ്പോൾ ചില പോർട്രേറ്റ്സിനകത്തൊക്കെ അദ്ദേഹം നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യാത്തൊക്കെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള പോർട്രേറ്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്മോക്ക് ചെയ്ത് വളരെ കൂളായിട്ട് നിൽക്കുന്ന പോർട്രേറ്റ്സ് ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ റിയൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ വേണം പോർട്രേറ്റ്സ് എന്നാണ് ആര് പറയുന്നത്, ഹെർബർട്ട് റീഡ് പറയുന്നത്. പക്ഷേ ആ സമയത്തെ നോവൽസിൽ പോലും ഇത്രയധികം ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഡെവലപ്ഡ് ആയിട്ട് ഇങ്ങനെ കാണിക്കില്ലായിരുന്നു. പക്ഷേ ആ സമയത്തെ പോർട്രേറ്റ്സ്, പെയിൻറ്റിങ്സിനകത്ത് ഇത്രയധികം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഹെർബർട്ട് റീഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറിനെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് പോർട്രേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോർട്രേറ്റ്സിലൂടെ. ഓക്കെ, പിന്നെ ആ ആർട്ടിസ്റ്റ് എന്ത് ചെയ്യണം, ആ പേഴ്സണാലിറ്റി, ആ സബ്ജക്റ്റ്, അയാളുടെ മുമ്പിലിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ, അയാളുടെ ആ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി, അയാൾക്കുള്ള യുണീക്നെസ് എന്താണെന്നും അയാളുടെ സ്കിൽ എന്താണെന്നും എല്ലാം ഇതിനകത്തൂടെ ഈ ഒരു പ്ലാസ്റ്റിക് മീഡിയത്തിലൂടെ കാണിക്കണം. പ്ലാസ്റ്റിക് മീഡിയമാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് തൊടാമല്ലോ, ഫിസിക്കലി നമുക്ക് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് പ്ലാസ്റ്റിക് ആർട്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്ലാസ്റ്റിക് മീഡിയത്തിലൂടെ, ഈ ഒരു പോർട്രേറ്റ് എന്നുള്ള പ്ലാസ്റ്റിക് മീഡിയത്തിലൂടെ ആർട്ടിസ്റ്റ് റിയൽ
റിയലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയാൾക്ക് മുന്നിലിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ, അതായത് ആ ആളിൻ്റെ പേഴ്സണാലിറ്റിയും അയാളുടെ യുണീക്ക് ഫീച്ചേഴ്സും അയാളുടെ ബിഹേവിയറും എന്തൊക്കെയാണെന്ന്, അയാളുടെ സ്കില്ല് വരെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർട്രേറ്റിനകത്ത് കാണിക്കാം എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഒരു ത്രില്ല് വരുമല്ലോ. ഈ ഒരു അപ്രീസിയേഷനിൽ നിന്ന് വരുന്ന ത്രില്ലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനെ എസ്തെറ്റിക് എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അതിനെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്നൊന്നും വിളിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഒരു പോർട്രേറ്റിനെ അതായത് ഒരു വർക്ക് ഓഫ് ആർട്ടിലെ പോർട്രേറ്റിന്, അതായത് ഒരു പെയിൻറ്റിങ് പോർട്രേറ്റിൽ നിന്നും മറ്റേ നോവൽ പോർട്രേറ്റിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയും ഈ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ മറ്റേതിനകത്തെന്ന് പറയുമ്പോൾ കളറും സ്പേസും ഒക്കെ ഒരുപാട് കാണും അല്ലേ. ഒരു നോവലിനകത്താണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഒരു ആർട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് വേണം എന്നാണ് ഹെർബർട്ട് റീഡും പറയുന്നത്. അതായത് പെയിൻറ്ററോ സ്കൾപ്ചറോ നല്ല രീതിയിൽ പോർട്രേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ, അയാളുടെ മുമ്പിലിരിക്കുന്ന ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറും അതുപോലെ അങ്ങ് വരച്ചു വെക്കുക എന്നല്ല, അതിനും അപ്പുറം പോകണം, യൂണിവേഴ്സലായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഷേക്സ്പിയർ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഡൾ ക്യാരക്ടേഴ്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് എന്തുമാത്രം സ്കിൽസ് അല്ലെങ്കിൽ എന്തുമാത്രം യൂണിവേഴ്സലായിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുക്കാവോ അതെല്ലാം ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഷേക്സ്പിയറിൻ്റെ ഒതല്ലോ എടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒതല്ലോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഫ്ലോ എന്താണ്? ഒരു സെക്ഷുവൽ ജലസി, അതായത് ഒരു ഇച്ചിരി ഭാര്യയെ നല്ല അമിതമായിട്ട് സ്നേഹിച്ചിട്ട് പിന്നീട് അവസാനം സംശയിക്കുകയാണ് ഭാര്യ. അത് നമ്മുടെ ചുറ്റിനുമുള്ള ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് അതെന്ന് പറയുന്നത്. നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അതെന്ന് പറയുന്നത്. അതുപോലെ ആയിരിക്കണം ഒരു പോർട്രേറ്റ് ആർട്ടിസ്റ്റും. മുമ്പിലിരിക്കുന്ന ആളിനെ കുറിച്ച് ചുമ്മാ ഡള്ളായിട്ട് വരച്ച് വെക്കുന്നതല്ല, അയാളെ യൂണിവേഴ്സലൈസ് ചെയ്യുന്നതിലാണ് ഇതൊരു കാര്യം എന്നാണ് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളായിട്ട് ഷേക്സ്പിയറിൻ്റെ ക്യാരക്ടേഴ്സിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കൺക്ലൂഷനകത്ത് ഹെർബർട്ട് റീഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഗ്രേറ്റസ്റ്റ് ആയി മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വരയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് വളരെ വൈഡായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം അദ്ദേഹത്തിൻ്റെ വർക്ക് ഓഫ് ആർട്ട്. എന്നാൽ മാത്രമേ ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് ആർട്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വർക്കിനെ നമുക്ക് പറയാൻ സാധിക്കൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പ്ലാസ്റ്റിക് ആർട്സ് ആണെന്നുണ്ടെങ്കിലും വിഷ്വൽ ആർട്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കണ്ണിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അല്ലേ, അതിൻ്റെ ആ ഒരു ഫീലിംഗ്. പിന്നീട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പ്രോപ്പർ ആയിട്ടുള്ളൊരു മീഡിയം എന്ന് പറയുന്നത് ലാംഗ്വേജ് തന്നെയാണെന്നാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് അദ്ദേഹം എൻഡ് ചെയ്യുന്നത്. സോ ഇതിനകത്തുനിന്ന് ശരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അതായത് ആ ഒരു ചാപ്റ്റർ തന്നെ വളരെ ലെങ്തിയാണ്. ഞാൻ ഇതിനെക്കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ഓഡിയോയിൽ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.